ഫെബ്രുവരി 4-ാം തീയതി വിശുദ്ധ ജോൺ ബ്രിട്ടോയെ, രക്തസാക്ഷിയായ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന ജോൺ ബ്രിട്ടോയെ നമ്മൾ ഓർമ്മിക്കുന്ന ദിവസമാണ്. പോർച്ചുഗലിൽ സമ്പന്നമായൊരു കുടുംബത്തിൽ ജോൺ ബ്രിട്ടോ ജനിച്ചു. ഡോൺ പേട്രോ ദിദിയൻ്റെ കൊട്ടാരത്തിൽ ബാല്യകാലം ചെലവഴിച്ചു. ജോണിൻ്റെ ഭക്തജീവിതം കൂട്ടുകാർക്ക് രസിക്കാത്തതിനാൽ ബാല്യത്തിൽ തന്നെ കുറേ സഹിക്കേണ്ടി വന്നു. അക്കാലത്ത് ജോണിന് ഗുരുതരമായ സൂക്കേട് വരികയും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മധ്യസ്ഥതയാൽ അദ്ദേഹം സുഖം പ്രാപിക്കുകയും ചെയ്തു. അന്നു മുതൽ ജോണിൻ്റെ ആഗ്രഹം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ അനുകരിക്കുക എന്നുള്ളതായിരുന്നു. 1662 ഡിസംബർ 17-ാം തീയതി ലിസ്ബണിലെ ഈശോസഭ സന്യാസമൂഹത്തിൽ ചേർന്നു. 11 കൊല്ലങ്ങൾക്ക് ശേഷം മാതാപിതാക്കളുടെയും കൊട്ടാരങ്ങളുടെയും എതിർപ്പ് അവഗണിച്ച് മിഷൻ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിലേക്ക് പുറപ്പെടുവാൻ അദ്ദേഹം നിശ്ചയിച്ചു. അമ്മ അത് കേട്ടപ്പോൾ ദുഃഖാർത്ഥിയായി. ജോൺ പോർച്ചുഗൽ വിടാതിരിക്കാൻ വേണ്ടത് ചെയ്യണമെന്ന് പേപ്പൽ നുൻഷ്യോയോട് അവൾ ആവശ്യപ്പെട്ടു. ലോകത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് എന്നെ വിളിച്ച ദൈവം ഇന്ത്യയിലേക്ക് എന്നെ വിളിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ദൈവവിളിക്ക് യഥാവിധം ഞാൻ ഉത്തരം നൽകാതിരുന്നാൽ ദൈവനീതി എതിർക്കുകയായിരിക്കും ഞാൻ ചെയ്യുക. ജീവിച്ചിരിക്കും കാലം ഇന്ത്യയിലേക്ക് പോകാൻ ഞാൻ ശഠിച്ചുകൊണ്ടിരിക്കും. 14 കൊല്ലം അദ്ദേഹം തഞ്ചാവൂർ, മധുര, രാമേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. ബ്രാഹ്മണനെ പോലെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. സവർണ ഹിന്ദുക്കളെ നേടിയെടുക്കുവാൻ പാവയ്ക്കുകയും മറ്റുമാണ് അദ്ദേഹം കഴിച്ചിരുന്നത്. വിജയകരമായ മിഷൻ പ്രവർത്തനത്താൽ രോഷാകുലമായ രാജാവ് അദ്ദേഹത്തെ നാടുകടത്തി. പോർച്ചുഗലിലേക്ക് മടങ്ങിപ്പോകാൻ നിർബന്ധിതനായ ഫാദർ ജോൺ താമസിക്കാതെ തൻ്റെ പ്രിയ പ്രവർത്തന രംഗത്തേക്ക് വീണ്ടും മടങ്ങിയെത്തി. സ്നാപയോഹന്നാനെ പോലെ ഒരു സ്ത്രീയുടെ കോപത്തിനധികം പാത്രമായി മാനസാന്തരപ്പെട്ട ഒരു ഹിന്ദു രാജാവ് അവളെ ബഹിഷ്കരിച്ചതായിരുന്നു പ്രധാന പ്രശ്നം. വേദനാപൂർണമായ ജയിൽവാസത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ തല വെട്ടപ്പെട്ടു. 1947 ജൂൺ 22-ാം തീയതി അദ്ദേഹത്തെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. വിശുദ്ധൻ ജോൺ ബ്രിട്ടോ കേരളവും സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഓർമ്മിക്കാം. അദ്ദേഹത്തിൻ്റെ വിശുദ്ധി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നാട്ടിലും പടരുവാനുള്ള കൃപാവരം പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.